ഞാൻ കുറച്ച് കിറ്റ് റെഡിയാക്കാണ്ടായിരുന്നു നോമ്പിന്റെ. അപ്പൊ ആ നോമ്പിന്റെ കിറ്റൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആ കുഞ്ഞായ്മത് ഇണ്ട് വരാണ്ട്, അപ്പൊ അവനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുക മൈലാക്ക. നിങ്ങളെ തെരഞ്ഞെടുത്ത് പോകാത്ത സ്ഥലമല്ല. ഫോൺ എടുക്കണില്ല. എത്രയായി എന്നെ തെരഞ്ഞു ഇങ്ങോട്ട് വരാറുള്ള കിറ്റ് നാട്ടുകാർക്ക് കൊടുക്കണ്ടേ? ആ കൊടുക്കണേ. ഇവിടെ ഇരുന്നാ മതിയോ? പോരാ പോലെ ചായ വേണോ? ഞാൻ കുടിച്ചാ പോയി വരട്ടോ. കിറ്റൊക്കെ കൊടുത്തിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ 2-3 കിറ്റും കൂടി ഉള്ളു കൊടുക്കാൻ. അപ്പുറത്തെ 4 ചെറിയ വീടുകളെ അപ്പൊ ഒരു 365 അപ്പൊ 300 ആവുന്ന നമ്മള് കരുതിയല്ലോ. ആ 2 കാക്കോതാക്കണു കിറ്റ് കൊണ്ടുപോകണു. ഇമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് പോരെ. ആ കിറ്റൊന്നും ഞമ്മക്ക് കിട്ടൂല. നമ്മളൊക്കെ വലിയ ഗൾഫുകാരല്ലേ. റേഷൻ പീട് തുറന്നിട്ട് വേണം ഞമ്മക്കൊക്കെ അരി വാങ്ങണമെങ്കിൽ. ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. പെരയും കൂടി നോക്കിയിട്ടല്ലേ ഓരോരുത്തര് കിറ്റും ഇതും കൊടുക്കണത്. വർത്താനം കേട്ടില്ലേ? നമ്മളെ ക്ലബിന് വേണ്ടി എന്തൊക്കെ സഹായം ചെയ്ത അൻവറിന്റെ വീടുതാ. നീ കാണാൻ തന്നെ. അപ്പോൾ ഞമ്മക്ക് അവിടെ പോയി നോക്കണ്ടേ? അൻവറാക്കല്ലേ ഇവിടെ? ഇല്ല, അൻവറാക്ക ഇവിടെ അല്ല. 2 ദിവസമായിട്ട് പുറത്തു പോയിക്കുക. പിന്നെ പുറത്തു പോയാലും വേണ്ട, മൂപ്പര് ഔത്ത് ഉണ്ടെങ്കിലും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, കുറേ കാലങ്ങളായിട്ട് എനിക്ക് കുറച്ച് പൈസ തരാണ്. ആ പൈസ ഇന്നൊന്നും തരാന്ന് പറഞ്ഞു. ഒരു 3-4 അവധി ഇപ്പൊ കഴിഞ്ഞു. ഇനി അവധി ഞാൻ കൊടുക്കൂല. കാരണം നമുക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നാളെ ഈ നേരത്തിന്റെ പൈസ എൻ്റെ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ മുസ്തഫ ഇനി വരവ് ഇങ്ങനെ ആവില്ല. നിങ്ങൾ പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും മൂപ്പർക്ക് ഫോൺ വിളിച്ചിട്ട് എടുക്കില്ല. ഇന്ന് ഞാൻ 10-15 പ്രാവശ്യം ഫോൺ വിളിച്ചു, എന്നിട്ട് മൂപ്പര് ഫോൺ എടുത്തില്ല. ഇന്നലെ അടിച്ചു, മിഞ്ഞാന്ന് അടിച്ചു. ഫോണും കൂടി ഒന്നും എടുക്കില്ല. ആ ഫോണിലൊന്നും എടുത്തുകൊണ്ടെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടായില്ല. ഇതിങ്ങനെയാണ് ഇന്നിൻ്റെ വരവ് ഇതേമാതിരി ആവില്ല. അത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാണ്. നിങ്ങൾ മൂപ്പര് വരുമ്പോൾ പറയാം. അത്ര തന്നെ, എനിക്കൊന്നും പറയാനില്ല. മനസ്സിന് എത്ര വെച്ചിട്ടപ്പോൾ ഇത് ഒരു ഇത് എടുക്കാം. നല്ല എത്തിക്കാ പോണത്. സഹായത്തിന് എന്തെങ്കിലും വേണോ? നല്ല സഹായം. ഇപ്പൊ നല്ല കഞ്ഞിയാണ്. നമുക്ക് എവിടുന്നേലും 2 കിറ്റ് സംഘടിപ്പിച്ചു കൊടുക്കണല്ലോ ഇവിടെ. കേട്ടു. നമ്മളെ മനസ്സിനെ സുഖം കിട്ടും. അസ്രഫ് കൂട്ടായ്മയിലെ കുറച്ച് കിറ്റ് ബാക്കിയുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1-2 കിറ്റ് വാങ്ങിയിട്ട് ഇവന് കൊടുക്കുക. നല്ലൊരു കാര്യമാണ്. അസ്രഫിനെ പോയിട്ടൊന്ന് കാണാം. പിന്നെ എന്തൊക്കെ അൻവറില്ലേ അവിടെ? അൻവറേ, എന്തൊക്കെ വർത്താനം? എന്താ സുഖം? എന്തെങ്കിലും ഉണ്ടാകൂടാ? ഞങ്ങളെ എന്താ സുഖം തന്നെയല്ലേ? ഞങ്ങള് ഇതിനോട് പോയി കിറ്റ് കൊടുക്കാൻ പോയതാ. ആ പോണ വയ്ക്കേ ഇവിടുന്ന് നിങ്ങളെ പെണ്ണുങ്ങളെ വർത്താനം ഞങ്ങൾ കേട്ടു. അപ്പോഴാണ് സത്യത്തിൽ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പൊ ഞങ്ങൾ അഷറഫിനെ കണ്ട ഈ കാര്യം പറഞ്ഞു. അപ്പൊ അഷറഫ് ഞങ്ങൾക്ക് ഇവിടെ തരാൻ വേണ്ടിയിട്ട് ഒരു കിറ്റ് തന്നിട്ടുണ്ട്. അതൊന്ന് സ്വീകരിക്കും. നമ്മൾ അഷറഫ് കൂട്ടായ്മ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി തന്ന കിറ്റാണ്. ഇത് ആദ്യം സ്വീകരിക്കും. മേടിക്കാം. ഞങ്ങൾ ഇതിന് കിറ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഒരു സംസാരം കേട്ടു. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരാൾ എന്തൊക്കെയോ ചൂടായി ഇറങ്ങി പോകണം കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥിതി അറിയുന്നത്.
ഇങ്ങളെപ്പോലത്തെ ആൾക്കാരും കൂട്ടായ്മയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗൾഫുകാരെന്ന് പറയുന്ന പ്രവാസികൾ എന്നും എല്ലാവരും കണ്ണിലും വലിയ ആൾക്കാരാ. ഓല് പൈസക്കാരാ. ഉണ്ടോ ഇല്ലേന്നൊന്നും ആരും ചിന്തിക്കൂല. ഇന്നൊരു കൂലിപ്പണിക്കാരനാണേലും ഇത്രക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൾക്കാരെ പുറം കാഴ്ച കൊണ്ട് അളക്കാതെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി ഈ സക്കാത്തുകളൊക്കെ ഏൽപ്പിക്കുക. അതാണ് യഥാർത്ഥ സക്കാത്ത്. ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ ഞങ്ങള് വേണ്ട കരണ്ട സന്തോഷം.